ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ചു കഴിഞ്ഞു. അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കും. കോടതി കസ്റ്റഡി അപേക്ഷ പോലീസ് നൽകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അപ്പോൾ റിമാൻഡ് ചെയ്ത് കസ്റ്റഡിയിൽ കൊടുക്കുമോ എന്നുള്ള കാര്യം അല്പസമയത്തിന് നമുക്കറിയാൻ കഴിയും. എ വി ജയശങ്കർ അല്പസമയത്തിനകം നമുക്കൊപ്പം റാന്നി കോടതി വരാന്തയിൽ നിന്ന് തത്സമയം ചേരും കൂടുതൽ വിവരങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കാൻ. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഈഞ്ചക്കലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ്റെ ടീമിൻ്റെ അകമ്പടിയോടെ പുനലൂർ വഴി കോന്നി വഴി റാന്നിയിലെ കോടതിയിൽ എത്തിക്കുകയായിരുന്നു. അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. വി ജയശങ്കർ ചേരുന്നു. ജയശങ്കർ, എന്തൊക്കെയായിരിക്കും കോടതി നടപടിക്രമങ്ങൾ? ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നിയിലെ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രതീക്ഷയിലും നേരത്തെ എത്രയോടുകൂടി തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി SIT സംഘം എത്തുന്നു. 11 ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ അന്വേഷണ സംഘം ആവശ്യപ്പെടുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. അല്പസമയം മുമ്പാണ് ഈ അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കോടതിയിലേക്ക് എത്തിയത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ കയറ്റിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ നിലവിൽ കണ്ടത്. എന്തായാലും വലിയ സുരക്ഷ റാന്നി DYSPയുടെ നേതൃത്വത്തിൽ വലിയ പോലീസ് കാവലിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കോടതിയിലേക്ക് നിലവിൽ കൊണ്ടുവന്നിരിക്കുന്നത്. 11 മണിക്ക് കോടതി ചേരുമ്പോൾ ആദ്യ കേസായി ശബരിമല ഈ സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട കേസ് കോടതി പരിഗണിക്കും. ആ ഘട്ടത്തിൽ അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട കസ്റ്റഡി റിമാൻഡ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതിയിൽ സമർപ്പിക്കും. പിന്നീട് എന്തായാലും ഇന്ന് തന്നെ ഈ അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങി തിരികെ മടങ്ങുമെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങി തിരികെ മടങ്ങുമെന്നാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ പ്രതിഭാഗം ഇന്ന് ജാമ്യാപേക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകില്ല. തൽക്കാലം കസ്റ്റഡിയിൽ പോകട്ടെ. റിമാൻഡ് റിപ്പോർട്ട് ഉൾപ്പെടെ ലഭിച്ചതിന് ശേഷം മേൽ നടപടികൾ സ്വീകരിക്കാമെന്നതാണ് ഈ അന്വേഷണ ഈ പ്രതിഭാഗത്തിൻ്റെ നിലവിലെ ഒരു ആലോചന. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിയിരിക്കുന്നു. 11 മണിക്ക് കോടതി ചേരുമ്പോൾ ആദ്യ കേസായി തന്നെ ഇത് പരിഗണിക്കുമെന്നാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വലിയ പോലീസ് സുരക്ഷയിൽ, വലിയ പോലീസ് കാവൽ റാന്നി കോടതി നിലവിലുള്ളത്. റാന്നി DYSPയുടെ നേതൃത്വത്തിൽ വലിയ പോലീസ് സംഘത്തെ ഈ കോടതി പരിസരത്ത് 9 മണിയോടെ തന്നെ വിന്യസിക്കുകയും ചെയ്തിരുന്നു. 11 മണിയോടുകൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പോലീസ് സംഘം കോടതിയിലേക്ക് എത്തുമെന്നായിരുന്നു ആദ്യഘട്ടത്തിലെ വിവരം. പക്ഷേ അതിന് മുന്നേ 10:30 തന്നെ SIT സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എത്തി. രാവിലെ 8:45 തിരുവനന്തപുരത്ത് നിന്ന് SIT സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇങ്ങോട്ടേക്ക് പോകുന്നത്. എന്തായാലും കോടതി മുറിയിലെത്തുമ്പോൾ എന്തൊക്കെ വാദങ്ങളാണ് പ്രോസിക്യൂഷൻ കസ്റ്റഡിക്ക് വേണ്ടി പറയുക എന്നത് വളരെ നിർണായകമാണ്. കാരണം ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി നിരീക്ഷണത്തിലുള്ളൊരു കേസാണ്. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ സൂക്ഷ്മതയോടുകൂടിയായിരിക്കും റാന്നി കോടതിയും ഈ കാര്യങ്ങൾ പരിഗണിക്കുക. സ്വാഭാവികമായും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതിൽ നേരിട്ട് പങ്കുണ്ടെന്നും അദ്ദേഹത്തെ വിശദമായി ചോദ്യം ചെയ്യണമെന്നും ഈ തൊണ്ടി മുതൽ ഉൾപ്പെടെ ശബരിമലയിൽ നിന്ന് കടത്തിയ സ്വർണ്ണപ്പാളിയുടെ തൊണ്ടി മുതൽ ഉൾപ്പെടെ കണ്ടെത്തണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കും. ബംഗളൂരിലും ഹൈദരാബാദിലും ചെന്നൈയിലും സന്നിധാനത്ത് ഉൾപ്പെടെ തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രതിയെ കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യം തന്നെ അന്വേഷണ സംഘം ഇന്ന് മുന്നോട്ട് വയ്ക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അല്പസമയത്തിനകം തുടങ്ങും. 11 മണിക്കാണ് ഈ കോടതി ചേരുന്ന സമയം. ആ 11 മണിക്ക് ആദ്യ കേസായി തന്നെ ഈ ശബരിമലയിലെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസ് കോടതി പരിഗണിക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. പ്രതീക്ഷയിലും 30 മിനിറ്റ് നേരത്തെ 11 മണിയോടെ എത്തുമെന്നായിരുന്നു അറിയിപ്പ്. പക്ഷേ 10:30 തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സംഘം എത്തിയിരിക്കുന്നു. കോടതിക്ക് മുകളിൽ ഈ 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുള്ള ആ കെട്ടിടത്തിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നിലവിൽ മാറ്റിയിട്ടുണ്ട്. അങ്ങോട്ടേക്ക് മാധ്യമങ്ങൾക്കുൾപ്പെടെ നിലവിൽ പ്രവേശനം അനുവദിച്ചിട്ടില്ല. പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ തടയുന്ന ഒരു സാഹചര്യമാണുള്ളത്. കാരണം ഹൈക്കോടതിയുടെയൊക്കെ മേൽനോട്ടത്തിൽ നടക്കുന്ന അതീവ രഹസ്യ സ്വഭാവമുള്ള കേസാണ്. അതുകൊണ്ട് തന്നെ അതൊരു തുറന്ന കോടതിയിൽ കേൾക്കില്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ, ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അല്പസമയത്തിനകം 11 മണിയോടുകൂടി തന്നെ കോടതിയിൽ ഹാജരാക്കും. മേൽ നടപടികൾ സ്വീകരിക്കും. ഇന്ന് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങുക എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ ദൗത്യം. കാരണം രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് 5 മണിയോടുകൂടി മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കി തിരുവനന്തപുരത്ത് നിന്ന് അതിവേഗത്തിൽ റാന്നി കോടതിയിലെത്തുന്നു, ഹാജരാക്കുന്നു. തിരിച്ചു കൊണ്ടുപോകുന്നതിനിടയിൽ വീണ്ടും ഒരു മെഡിക്കൽ എടുക്കാമെന്നാണ് നിലവിൽ അന്വേഷണ സംഘത്തിൻ്റെ ആലോചന. രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. പബ്ലിക് പ്രോസിക്യൂട്ടർ ഉൾപ്പെടെ ഇവിടെ തയ്യാറാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ജാമ്യാപേക്ഷ നൽകില്ല എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. എന്തായാലും റിമാൻഡ് റിപ്പോർട്ട് ഉൾപ്പെടെ ലഭിക്കട്ടെ. ഏതൊക്കെ തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഉള്ളതൊക്കെ പരിശോധിക്കണമെന്നാണ് ഈ പ്രതിഭാഗം വക്കീൽ വിൽസൺ ഇന്ന് പറയുന്നത്. വിൽസനാണ് ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി കോടതിയിൽ, മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാകുക എന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. റാന്നി കോടതിയിൽ പ്രോസിക്യൂഷന് വേണ്ടി ബി അനിൽകുമാർ ഹാജരാകും. ബി അനിൽകുമാർ കൃത്യമായി ഈ SITക്ക് വേണ്ടി കസ്റ്റഡി അപേക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സമർപ്പിക്കും. വലിയ പോലീസ് സന്നാഹം റാന്നി കോടതിയിൽ ഇതിനോടകം
തന്നെ ഒരുക്കിയിട്ടുണ്ട്. റാന്നി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വലിയ സുരക്ഷ 9 മണിയോടെ തന്നെ ക്രമീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി. കോടതിയെ മുകളിലേക്ക് കോടതി നടപടിക്രമങ്ങൾ നടക്കുന്ന സ്ഥലത്തേക്ക് മാധ്യമങ്ങൾക്കുൾപ്പെടെ നിലവിൽ പ്രവേശനമില്ല. അവിടെ വലിയൊരു പോലീസ് സന്നാഹത്തെ വെച്ചുകൊണ്ട് അവിടെ പൊതുജനങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ തടഞ്ഞുകൊണ്ട് വലിയൊരു ക്രമീകരണം, ഒരു സുരക്ഷാ ക്രമീകരണം ഈ കോടതിക്ക് മുമ്പിൽ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും 11 മണിയോടുകൂടി തന്നെ SKN ഈ കേസ് പരിഗണിക്കും. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ നടക്കുന്ന ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ ആ പ്രാധാന്യത്തോടു കൂടി തന്നെയായിരിക്കും കോടതിയും ഈ വിഷയം പരിഗണിക്കുക. ഈ കേസുമായി ബന്ധപ്പെട്ട SIT സംഘത്തിന് ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. 2 ആഴ്ച കൂടുമ്പോൾ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകണം. ഈ കേസെടുത്ത് SITക്ക് കൈമാറി 5-ാം ദിവസമാണ് SIT സംഘം ഇത്തരത്തിൽ ഒരു പ്രധാന പ്രതിയെ പിടികൂടുന്നത്. രാഷ്ട്രീയപരമായും ഇത് ഒരു സന്ദേശം കൂടിയാണ്. കാരണം പ്രതി എന്തുകൊണ്ട് കേസെടുത്തിട്ടും അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ഒരു രാഷ്ട്രീയ ചോദ്യം പ്രതിപക്ഷം ഉൾപ്പെടെ ചോദിച്ചിരുന്നു. പക്ഷേ അതിന് കൃത്യമായി ഈ SIT അന്വേഷണം ഏറ്റെടുത്ത് 5-ാം ദിവസം അവർ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ, പ്രധാന പ്രതിയെ, 1-ാം പ്രതിയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.